ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കും. ഇറാനിലെ ഇന്ത്യൻ എംബസിയുമായി എത്രയും വേഗം ബന്ധപ്പെടാൻ പൗരന്മാർക്ക് നിർദ്ദേശം. ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യ നേപ്പാളിലെയും ശ്രീലങ്കയിലെയും പൗരന്മാരെയും മടക്കിക്കൊണ്ടുവരും. അതിനിടെ മഷ്ഹാദിൽ നിന്നും തുർക്ക്മെനിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കാർ ഡൽഹിയിൽ മടങ്ങിയെത്തി. ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെയും ഒഴിപ്പിക്കാൻ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. ഇറാനിലെ ഇന്ത്യക്കാരോട് ടെലിഗ്രാം വഴിയോ ഹെൽപ്പ് ലൈൻ നമ്പർ വഴിയോ ഉടൻ എംബസിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി. നേപ്പാളിന്റെയും ശ്രീലങ്കയുടെയും അഭ്യർത്ഥന മാനിച്ച് ഇരു രാജ്യങ്ങളുടെയും പൗരന്മാരെയും ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ തിരികെ കൊണ്ടുവരും. നേപ്പാളിന്റെയും ശ്രീലങ്കയുടെയും പൗരന്മാരോട് ഇറാനിലെ ഇന്ത്യൻ എംബസിയോട് ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി. ഇന്നും ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായി 2 വിമാനങ്ങൾ കൂടി ഡൽഹിയിലെത്തും. മഷ്ഹാദിൽ നിന്നുള്ള ഒരു വിമാനം വൈകിട്ടോടെയും രണ്ടാമത്തേത് രാത്രി 11:30ഓടെയും ഡൽഹിയിൽ എത്തുമെന്നാണ് വിവരം. ഇറാനിൽ നിന്ന് 290 ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി മഹാൻ എയർലൈന്റെ വിമാനം ഇന്നലെ രാത്രി ഡൽഹിയിലെത്തിയിരുന്നു. തുർക്ക്മെനിസ്ഥാൻ വഴി ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള വിമാനം ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഡൽഹിയിലെത്തിയത്. ഇതുവരെ 517 ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ എത്തിച്ചുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. ആർ അച്യുതൻ, 24, ഡൽഹി.